ഹായ് മക്കളെ, എല്ലാ പ്രിയ കൂട്ടുകാർക്കും മാത്സ് കഫേയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് 10ാം ക്ലാസ്സിലെ പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആകെ 11 ചാപ്റ്റർ ആണുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സർക്കാർ പുതിയ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു. പുതിയ പഠന രീതിയാണ്. പരീക്ഷ രീതി മാറി, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി മാറി. കുറെ കാര്യം ഇൻക്ലൂഡ് ചെയ്യുകയും കുറെ കാര്യം എക്സ്ക്ലൂഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇപ്പോൾ പുതിയ രൂപത്തിൽ പുതിയ ആയ പഠനത്തിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ എല്ലാ ചാപ്റ്ററിന്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക, മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം, അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ആദ്യം എന്താ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാല് അതൊരു പാറ്റേൺ ഓഫ് നമ്പേഴ്സ് ആണ്, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ആ നമ്പേഴ്സിന്റെ പ്രത്യേകത ഉണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ നമ്പർ എല്ലാം ഒരു പ്രത്യേക രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അങ്ങനെയുള്ള ചില പാറ്റേൺ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സീക്വൻസ് എന്ന് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോ 2, 4, 6, 8, 10, 3, 6, 9, 12, 15, 1, 2, 4, 6, 8. നോക്കിയേ. 2, 4, 6, 8, 10 ഈ നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്പറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് 2ഉം 4ഉം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 2ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 2ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 2ആണ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, ആ നമ്പേഴ്സിന്റെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഡിഫറൻസ് 2 എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് നോക്കണം. ഇവരുടെ ഇടയിൽ 3 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ ഇതും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പക്ഷെ ഇത് നോക്കിയേ, ഇതിന്റെ ഇടയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവന്റെ ഡിഫറൻസുകൾക്ക് വ്യത്യാസമുണ്ട്. ആദ്യത്തെ 2 നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് അല്ല അടുത്ത 2 നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോ അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ആ അറേഞ്ച്മെന്റിന് ഒന്നും നമ്മൾ എന്തെന്ന് പറയില്ല, സീക്വൻസ് എന്ന് പറയത്തില്ല. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്, ഒരു പാറ്റേൺ ഓഫ് നമ്പേഴ്സ് നമ്മൾ സീക്വൻസ് എന്ന് പറയണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റിന്റെ ആ അറേഞ്ച്മെന്റിനെ നമ്മൾ ഡിഫറൻസ് എന്നാണ് പറയുക. ആ ഡിഫറൻസ് എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരേ ഡിഫറൻസ് ഉള്ള ഒരു സെറ്റ് ഓഫ്, ഒരു പാറ്റേൺ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. 5, 10, 15, 20, 25 ഉണ്ടല്ലോ. 5, 10, 15, 20, 25 ഡിഫറൻസ് എത്രയാണ്? 5 ആണല്ലോ. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് ശ്രേണിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ, 10, 20, 30, 40, 50 ഇതിനെ നമുക്ക് എന്ത് പറയണം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. കാരണം ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 10. ഇനി വേറെ നമ്പർ എടുക്കാം. അപ്പം 2, 4, 8, 16, 32 ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇവരുടെ ഡിഫറൻസ് നോക്കിയടാ. ഇവരും നമ്മൾ എത്രയുണ്ട്? 2. പക്ഷെ ഇവനും എത്രയുണ്ടാ? 4 ഉണ്ട്. ഇതിന് 8 ഉണ്ട്. 2, 4, 8 അങ്ങനെ പോവാ. അപ്പൊ ആ ഡിഫറൻസ് തമ്മിൽ എന്തില്ല? ആ ഡിഫറൻസ് ഒന്നും സെയിം അല്ല. ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ അത് എന്തല്ലടാ? അതെന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അരിത്തമെറ്റിക് സീക്വൻസ് എന്നത് പിടി കിട്ടിയല്ലോ. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുന്നു. ആ നമ്പേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. എല്ലാ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. എല്ലാ നമ്പേഴ്സും തമ്മിൽ ഒരേ ഡിഫറൻസ് ആയിരിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചധികം ടേംസുകളുണ്ട്. ഞാൻ ആ ടേംസ് കൂടി പറയാം. അപ്പൊ നമ്മൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുകയാണെ. ഉദാഹരണത്തിന് നമുക്ക് ഇത് തന്നെ എടുക്കാം. 5, 10, 15, 20, 25 ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിലെ ഇവൻ ഉണ്ടല്ലോ, ഇവനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ടേം. ഇവനാണ് നമ്മുടെ ആരടാ? ഫസ്റ്റ് ടേം. ഇവൻ ഫസ്റ്റ് ടേം ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവൻ ആരായിരിക്കും? സെക്കൻഡ് ടേം. അതിൽ ആർക്കാ സംശയമുള്ള? ഒരാൾക്ക് സംശയമില്ല. കാരണം ഫസ്റ്റ് ടൈം ആണെങ്കിൽ അടുത്ത സെക്കൻഡ് ടൈം. അപ്പൊ ഇവൻ തേർഡ് ടൈം, ഇവൻ ഫോർത്ത് ടൈം, ഇവൻ ഉണ്ടല്ലോ ഫിഫ്ത് ടൈം. ഒരു സീക്വൻസിന്റെ എൻഡിലുള്ള ഒരു ടൈം ഉണ്ടല്ലോടാ, അതിനെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് ടൈം. അതിനെ വിളിക്കുന്ന പേരാണ് ലാസ്റ്റ് ടൈം. നമ്മൾ ഫസ്റ്റ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് x1 എന്ന് വെച്ചിട്ടാണ്. സെക്കൻഡ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് x2 എന്ന് വെച്ചിട്ടാണ്. x എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ ആണ്. നിങ്ങൾക്ക് a വേണമെങ്കിൽ കൊടുക്കാം, m വേണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അടുത്ത ടൈമിനെ നമുക്ക് x3 എന്ന് പറയാം, x4 എന്ന് പറയാം. പക്ഷെ ലാസ്റ്റ് ടൈം ഉണ്ടല്ലോ, നമ്മുടെ സീക്വൻസിന്റെ ഏറ്റവും അവസാനത്തെ ടൈം,
അവനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് xn വെച്ചിട്ടായിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയിലെ നമ്പേഴ്സിനെ, സംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? x1 x2 x3 x4, അവസാനത്തെ നമ്പർ ഏതാണോ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? xn എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്. ഇനി ഒരു ടൈമും നമ്മൾ പഠിക്കാണ്ട് നമ്മൾ ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞല്ലോടാ 5. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അപ്പൊ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ലാസ്റ്റ് ടേം ഉണ്ട്. പിന്നെ വേറൊരു ടേം നമ്മൾ പഠിക്കേണ്ടത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇത്രയാണ് നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള ടേംസുകൾ നമുക്കുള്ളത്. ഇത്രയും കാര്യത്തിന്റെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസിയാണ്, ചാപ്റ്റർ വളരെ ഈസിയാണ്. കുറച്ച് പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് എക്സസൈസിലേക്ക് പോകണം. Okay, we'll dealing with first exercise. See, question number 1. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ 1, 2 ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് താഴോട്ട് ഞാൻ ആദ്യത്തെ ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ ആദ്യം ഇത് പറയാം. സി, സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതാണ് ചോദ്യം. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സി, സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക, നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എടുക്കുക. ആ സ്ക്വയർ എന്താണെന്ന് നോക്കണം. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുക. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണാൻ ഉപയോഗിക്കുന്ന, കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണല്ലോ നാച്ചുറൽ നമ്പേഴ്സ്. ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്താണെന്ന് ചെക്ക് ചെയ്യുക. അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഈസി അല്ലേടാ, നമുക്ക് ചെയ്തു നോക്കാം. എന്താ നാച്ചുറൽ നമ്പേഴ്സ്? 1 2 3 4 5 എക്സെട്ര. എല്ലാം എഴുതേണ്ട കാര്യമുണ്ടോ? എല്ലാം എഴുതേണ്ട കാര്യമില്ല. കാരണം അതിനുള്ള സമയവും സ്പേസും നമുക്ക് ഇല്ലതാനും. ഇനി അടുത്ത് ചെയ്യുന്നത് എന്താ? നാച്ചുറൽ നമ്പർ എഴുതി അതിന്റെ സ്ക്വയർ എഴുതാം. സ്ക്വയർ 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 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഇരട്ടി എടുക്കുക. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25. എഴുതിയല്ലോ. ഇവൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യണമല്ലോ. എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യുക? കോമൺ ഡിഫറൻസ്, സെക്കൻഡ് ഡേ മൈനസ് ഫസ്റ്റ് ഡേ. ചെയ്ത് നോക്കാം. 4 മൈനസ് 1 നമുക്ക് എന്ത് കിട്ടൂടാ? 3. 9 മൈനസ് 4 നമുക്ക് എത്ര കിട്ടൂടാ? 5. 16 മൈനസ് 9. സി, ഇവിടെ തന്നെ ഇത് പൊളിഞ്ഞു. എന്താ കാര്യം? ആദ്യത്തെ 2 ടേമിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3ഉം അടുത്ത 2 ടേമിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5ഉം അടുത്തത് പോകുന്നത് 7ഉം അടുത്തത് പോകുന്നത് 9ഉം. ഇങ്ങനെ 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 പൊക്കോണ്ടേയിരിക്കുക. അപ്പൊ കോമൺ ഡിഫറൻസ് ഒന്നും എന്തല്ലടാ, സെയിം അല്ല. അതുകൊണ്ട് എന്ത് പറയാം? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത്രേ ഉള്ളു കാര്യം. ക്ലിയർ അല്ലേ? സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്തല്ലടാ? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ക്ലിയർ ആണേ? ഫൈൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത് മനസ്സിലായാലോ? ദിസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ എടുക്കുക. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് നാച്ചുറൽ നമ്പർ എന്ന് ഇപ്പൊ പറഞ്ഞു. അവന്റെ എന്തെടുക്കുക? റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അവനെ തിരിച്ചിടുക. ഓക്കെ, ആ നാച്ചുറൽ നമ്പേഴ്സിനെ തിരിച്ചിട്ട് റെസിപ്രോക്കൽ എടുത്തിട്ട് അതെന്താണെന്ന് ചെക്ക് ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം. 1 2 3 4 5. അതെന്താ സാറേ? സാർ എപ്പോഴും 5 എണ്ണം കൊണ്ട് എഴുതി നിർത്തുന്നേ? ബാക്കി എഴുതാൻ വയ്യാത്തതുകൊണ്ടാണ്. ഇത് കുറെ എഴുതണമല്ലോ. നമ്പർ ഇങ്ങനെ കടല് പോലെ കിടക്കുകയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. ഞാൻ ചെയ്യാൻ എളുപ്പത്തിന് ആദ്യത്തെ 5 എണ്ണം സെലക്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവന്റെ റെസിപ്രോക്കൽ ആണല്ലോ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിടുക. 1/1 ആര് തന്നെ? 1 തന്നെ. 1/2 1/3 1/4 1/5. ഇവൻ എന്താണോ ചെക്ക് ചെയ്യുക? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യുക. എടാ, നമ്മള് നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ എടുത്തപ്പോൾ നമുക്കതൊരു റാഷണൽ നമ്പർ കിട്ടി.
ഓക്കെ, ഭിന്നക സംഖ്യ കിട്ടി. എന്ത്? നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവന്റെ എന്ത് ചെയ്യണം? ഇവൻ എന്താണോ ചെക്ക് ചെയ്യണം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ലടാ. ഏതെങ്കിലും രണ്ടെണ്ണം ചെക്ക് ചെയ്താൽ മതിയല്ലോ. രണ്ടെണ്ണം ചെക്ക് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് ചെയ്യും, അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞേ. എല്ലാം ചെക്ക് ചെയ്യേണ്ട കേസ് ഉണ്ടോ? ഇല്ല. നമുക്ക് രണ്ടെണ്ണം ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം അല്ലേ മക്കളെ? ആണേ. സെക്കൻഡ് ടൈം ആരാ? 1/2 മൈനസ് 1/1 ആരാ? 1. റാഷണൽ നമ്പറിന്റെ സബ്സ്ട്രാക്ഷൻ ആണ്. എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ക്രോസ് ചെയ്യാം. 1 മൈനസ് 2/2 ദാറ്റ് ഈസ് മൈനസ് 1/2. അപ്പൊ ഫസ്റ്റ് കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. എന്നാ കിട്ടിയേ? മൈനസ് 1/2. ഒരു അഭിപ്രായ വ്യത്യാസമില്ല, സെയിം ആണ്. പോരാലോ, അടുത്ത നമ്മളൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. നമുക്ക് രണ്ടാമത്തെ ചെക്ക് ചെയ്യാം. C2. എന്താ C2? തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. തേർഡ് ടൈം ആരാണ്? 1/3 മൈനസ് 1/2. ഓക്കെ, എൽസിഎം എടുത്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്കിപ്പോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം? 2 മൈനസ് 1 ഇൻറ്റു 2 2 3 ഇൻറ്റു 1 3 ബൈ 3 ഇൻറ്റു 2 6. സോ 2 മൈനസ് 3 എന്ത് കിട്ടൂടാ? മൈനസ് 1/6. സോ രണ്ടാമത്തെ കോമൺ ഡിഫറൻസ് എന്നാ? മൈനസ് 1/6. ഈക്വൽ ആണോടാ? ഈക്വൽ അല്ല. ഈക്വൽ അല്ല. കോമൺ ഡിഫറൻസ് ഈക്വൽ ആണോ? ഈക്വൽ അല്ല. കോമൺ ഡിഫറൻസ് ഈക്വൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമോ? ഇല്ല. സോ ദിസ് ഇസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്കെ, പവേഴ്സ് ഓഫ് 2. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പവേഴ്സ് ഓഫ് 2. എന്താ പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ? പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ പവറുകൾ. എങ്ങനെയാണ് രണ്ടിന്റെ പവറുകൾ എഴുതുക? 2^1 2 സ്ക്വയർ 2 ക്യൂബ് 2^4 2^5. പിന്നെ 5 കൊണ്ട് നിർത്തി. എന്തിനാ 5 കൊണ്ട് നിർത്തുന്നത്? എഴുതാൻ വയ്യും, അതുകൊണ്ട് തന്നെ. അപ്പോ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നോ ചോദ്യം? ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യാം. എങ്ങനെയാണ് സോൾവ് ചെയ്യാം? 2^1 ആരാടാ? 2. 2 സ്ക്വയർ 2 ഇൻറ്റു 2 എത്രയാണ് മക്കളെ? 4. 2 ക്യൂബ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര കിട്ടൂടാ? 8. 2^4 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 എത്ര കിട്ടൂടാ? 16. 2^5 വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ. എത്ര കിട്ടും മക്കളെ? 32. നമുക്ക് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് ചെക്ക് ചെയ്യാം. C1 4 മൈനസ് 2. 4 മൈനസ് 2 എത്രയാണ്? 2. ഒരു കുഴപ്പമില്ല, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. രണ്ടാമത്തെ ചെക്ക് ചെയ്യാം. C2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 8 മൈനസ് 4 8 മൈനസ് 4 എത്രയാണ്? 4. ദേ കിടക്കുന്ന പണി. C1 C2 ഈക്വൽ ആണോ? ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ട് പവേഴ്സ് ഓഫ് 2 ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. പവേഴ്സ് ഓഫ് 2 എന്തല്ലടാ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാമേ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? നാച്ചുറൽ നമ്പേഴ്സ് ലിവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. നിങ്ങൾ ഒരു നാച്ചുറൽ നമ്പർ എടുക്കുക. ആ നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ 1 കിട്ടണം. അത്രേ ഉള്ളൂ. 4 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുക, അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 5 എടുക്കാം. 5 ഒരു നാച്ചുറൽ നമ്പർ ആണല്ലോ. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു വെട്ടം 4 1 റിമൈൻഡർ 1 കിട്ടിയില്ല. ഇതാ ചോദ്യം. അപ്പൊ ആദ്യത്തെ നമ്പർ നമുക്ക് കിട്ടി 5. ഓക്കെ, ഇനി 6 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ റിമൈൻഡർ 2 കിട്ടും. 7 കൊണ്ട് ചെയ്താലോ റിമൈൻഡർ 3 കിട്ടും. 8 കൊണ്ട് ചെയ്താലോ റിമൈൻഡർ ഒന്നും കിട്ടത്തില്ല, 0. 9 കൊണ്ട് ചെയ്യാറോ? എങ്ങനെ ചെയ്യാം നോക്കിയേ. 9 ഡിവൈഡഡ് ബൈ 4 എത്ര വട്ടമാണ്? 2 ടൈംസ് 8. റിമൈൻഡർ ഈസ് 1. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഒരെണ്ണം 5 കിട്ടി, ഒരെണ്ണം എത്ര കിട്ടി? 9 കിട്ടി. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, റിമൈൻഡർ 2. 11 കൊണ്ട് ചെയ്താലോ റിമൈൻഡർ 3. 12 കൊണ്ട് ചെയ്താലോ റിമൈൻഡർ 0. അടുത്ത ടൈം എത്ര എടുക്കാം? 13 എടുക്കാം. 13നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര വട്ടം വരും? 3 വട്ടം. എന്താ കിട്ടുക? 12. റിമൈൻഡർ 1. അപ്പൊ എത്ര എടുക്കാം? 13. 3 നമ്പർ കിട്ടിയില്ലേ? ഇതുപോലുള്ള നമ്പേഴ്സ് വെച്ചിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. 5 9 13 കളയുവാണേ. 5 9 13 ഒരു 3 എണ്ണം ഞാൻ എടുത്തോളൂ. ഇത് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കുറയ്ക്ക്. 5 9 C1 ഫസ്റ്റ് കോമൺ ഡിഫറൻസ് 9 മൈനസ് 5 9 മൈനസ് 5 എത്രയാണ്? 4. രണ്ടാമത്തെ കോമൺ ഡിഫറൻസ് എടുക്കാം. C2
13 മൈനസ് 9 13 മൈനസ് 9 എത്രയാണ് 4. ഓക്കെ അല്ലേ? കോമൺ ഡിഫറൻസ് എന്താടാ? സെയിം ആയി. കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുവാണെങ്കിൽ അതും എന്തായിരിക്കും? ഇറ്റ്സ് എ അരിത്തമെറ്റിക് സീക്വൻസ്. അതും എന്താണ് മക്കളെ? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതാണ്